ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് കമ്മലൊക്കെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അറിയാൻ മേലാത്തവർക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലൂമിനിയം വയർ വെച്ചിട്ട് അലൂമിനിയം വയർ തന്നെ ഗോൾഡ് കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് വയർ എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോഴത്തേക്ക് വരും കേട്ടോ. അതാണ് സാധനം. അത് നമ്മൾ അളവ് നമുക്ക് പല ഷേപ്പിന് ചെയ്യാം. ഓരോരോ ഷേപ്പുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രോപ്പ് മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ നെയിൽ പോളിഷിൻ്റെയൊക്കെ ബോട്ടിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു. അത് എന്നിട്ട് കണ്ടില്ലേ, ആ ഷേപ്പിന് വെച്ചു. അത് രണ്ടും ഒരേപോലത്തെ അളവിലെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടും രണ്ടളവായി പോയില്ല. അപ്പോൾ 2 പീസ് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അങ്ങനെ 2 പീസ് എടുത്തതിൽ ഒരു പീസ് നമ്മളത് പശ തേച്ച് ഒട്ടിച്ചു. അതായത് OHP ഷീറ്റാണ് വെച്ചേക്കുന്നത്. OHP ഷീറ്റിൽ നമ്മുടെ 7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ചു വെച്ചു. അതിൻ്റെ പുറമേ കൂടെ ഇത് ചെയിൻ സ്റ്റോണാണ് കേട്ടോ. സ്റ്റോൺ ചെയിൻ എന്ന് പറയും. സ്റ്റോൺ ചെയിൻ എടുക്കുക. അതിൻ്റെ പുറമേ കൂടെ നമ്മളത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് കണ്ണി ഇത്തിരി അകലമുള്ള കണ്ണിയായിരിക്കും കേട്ടോ എപ്പോഴും വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തിക്കായിട്ടിരിക്കും. അപ്പോൾ കാണാൻ ഇത്തിരിയും കൂടെ തിളക്കം കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ വെറുതെ ഒട്ടിച്ച് വിടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അത് കാണാണ്ടിരിക്കാനുമാണ് ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് കൊടുത്ത് വിട്ടാൽ മതിയേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലെയറും കൂടെ നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ എടുക്കാം. ഒരു ലെയർ മതി എന്നുള്ളവർക്ക് ഒരു ലെയർ ചെയ്യാം. ഞാൻ പിന്നെ 2 ലെയർ ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ ഭംഗിയുണ്ടാകും. കാരണം സ്റ്റോണിൻ്റെ ആ ഒരു ഭംഗി എടുത്തറിയും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളൊന്ന് അടുപ്പിച്ച്, ഞാൻ പറഞ്ഞില്ല അതൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് അത് നമ്മളങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒത്തിരി ഹെവി ആയിട്ടുള്ള ചെയ്യുന്നില്ല, എളുപ്പത്തിന് പറ്റുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ആ മൂല കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. കാരണം അത് ഷേപ്പിൽ കിട്ടണം. ഡ്രോപ്പ് കറക്റ്റ് ഷേപ്പായാലാണ് അതിന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളേ. അപ്പോൾ ആ ഡ്രോപ്പ് ഒന്ന് കറക്റ്റ് ആക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നത്. അതിന് ഡ്രോപ്പ് ഷെയ്ഡ് തന്നെ നമുക്ക് ഇത് കിട്ടും, ബീഡ്സ് കിട്ടും. പിന്നെ ഒരു റൗണ്ട് പിന്നെ സ്റ്റോണും കൂടെ വെക്കുന്നുള്ളൂ കേട്ടോ. റൗണ്ട് സ്റ്റോണും ചെറിയ സ്റ്റോണും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള അളവ് എടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പും വെക്കാം. അപ്പോൾ ഞാൻ വെച്ചേക്കുന്നതിന് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളിൽ ആദ്യം സ്റ്റോൺ വെച്ചു. അതിൻ്റെ ചുറ്റും 3 ഡ്രോപ്പ് സ്റ്റോണും കൂടെയാണ് വെക്കണേ. കുന്തൻ സ്റ്റോണാണ് വെക്കുന്നത്. ഡ്രോപ്പ് കുന്തൻ സ്റ്റോണാണ് ആഡ് ചെയ്യുന്നത്. അത് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ അത്രയും വർക്കേ വരുന്നുള്ളൂ കേട്ടോ. നമ്മളല്ലേ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാം. വേറെ പ്രത്യേകിച്ച് ഒത്തിരി പാടുള്ളതൊന്നുമല്ല. പിന്നെ നമ്മളിത് 2-3 പ്രാവശ്യമായിട്ട് ഒരു 2ആയിട്ടാണ് ഇത് നമ്മൾ ഇടുന്നത് വീഡിയോ കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ചെറിയ ഇതാണെങ്കിൽ പോലും ഇതൊരു വീഡിയോയും അടുത്ത ഒരു പാട്ടായിട്ടുമാണ് ഇടുന്നത്. അതേപോലെ തന്നെ നമ്മൾ മേലിൽ നമുക്ക് സ്റ്റഡിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഡിസൈനാണ്. എൻ്റെ കയ്യിൽ വലിയ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, കുന്തൻ സ്റ്റോണ്. അപ്പോൾ അത് തന്നെ ഈ താഴത്ത് നമ്മൾ വെച്ചേക്കുന്ന അതേ ഷേപ്പ് തന്നെ മേലിലേക്കും വെച്ചു. ഒരു വലിയ സ്റ്റോണും വെച്ചു. അതിൻ്റെ ഭാഗത്തിനുള്ള ഡ്രോപ്പ് വലിയ സ്റ്റോണും കൂടെ, കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ച് നമ്മുടെ സ്റ്റഡിനുള്ള ഐറ്റംസും ആക്കി കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒട്ടിക്കലും ഹാങ്ങിങ്സും കട്ടിങ്ങും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് തുടങ്ങാത്തവരൊക്കെ ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് എൻ്റെ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്കൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.